സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ്. ഒപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും. ഇന്നും പ്രേക്ഷകർ ഓർത്തിരിക്കുന്ന സുമലതയുടെ കഥാപാത്രങ്ങളാണ് തൂവാനത്തുമ്പികളിലെ ക്ലാരയും നിറക്കൂട്ടിലെ മേഴ്സിയും. നിറക്കൂട്ടിൽ മമ്മൂട്ടിയുടെ സുഹൃത്തായി ബാബു നമ്പൂതിരിയും അഭിനയിച്ചിരുന്നു. സിനിമയുടെ ചിത്രീകരണത്തിനിടെ സുമലതയുടെ തല പൊട്ടിയതും തുടർന്നുണ്ടായ സംഭവങ്ങളും താരം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. മലയാളി അല്ലെങ്കിൽ പോലും ഒരു കാലത്ത് മലയാളി പ്രേക്ഷകർക്കിടയിൽ നിറഞ്ഞു നിന്ന താരമാണ് സുമലത. 10 വർഷക്കാലം മലയാള സിനിമയിലെ സ്ഥിരം സാന്നിധ്യമായിരുന്ന താരം മമ്മൂക്കയുടെയും മോഹൻലാലിന്റെയും ഹിറ്റ് ചിത്രങ്ങളിലെ നായികയായിരുന്നു. ഇന്ന് പ്രേക്ഷകർ ഓർത്തിരിക്കുന്ന സുമലത കഥാപാത്രങ്ങളാണ് തൂവാനത്തുമ്പികളിലെ ക്ലാരയും നിറക്കൂട്ടിലെ മേഴ്സിയും. വിവാഹത്തിനു ശേഷം സിനിമയിൽ നിന്നും വിടവാങ്ങിയ താരം വർഷങ്ങൾക്ക് ശേഷം 2010 കാണ്ഡഹാർ എന്ന ചിത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. പിന്നീട് 2011 നായിക എന്ന ചിത്രത്തിലും അതിഥി വേഷത്തിൽ സുമലത എത്തിയിരുന്നു. നിറക്കൂട്ടിന്റെ ചിത്രീകരണ വേളയിൽ സെറ്റിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച സംഭവം വെളിപ്പെടുത്തുകയാണ് നടൻ ബാബു നമ്പൂതിരി. ജോഷിയുടെ സംവിധാനത്തിൽ 1985 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു നിറക്കൂട്ട്. ഡെന്നിസ് ജോസഫിന്റെ തിരക്കഥയിൽ ജോഷി സംവിധാനം ചെയ്ത ചിത്രത്തിൽ മമ്മൂട്ടിയും സുമലതയുമായിരുന്നു നായികന്മാർ. ചിത്രത്തിൽ മമ്മൂട്ടിയുടെ അടുത്ത സുഹൃത്തായി ബാബു നമ്പൂതിരിയും അഭിനയിച്ചിരുന്നു. സുമലതയെ സ്നേഹിക്കുന്ന അജിത്ത് എന്ന കഥാപാത്രമായി എത്തിയ അദ്ദേഹം ചിത്രീകരണത്തിനിടെ നടന്ന ഒരു സംഭവം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വിവരിക്കുകയുണ്ടായി. സുമലതയെ ബലമായി പിടിച്ചു വലിച്ചിടിക്കുന്ന രംഗത്തിനിടയിൽ നെറ്റി പൊട്ടുകയും അത് സെറ്റിൽ ആകെ ബഹളത്തിനിടയാക്കിയതുമായ സംഭവമാണ് അദ്ദേഹം വിവരിച്ചത്. നിറക്കൂട്ടിന്റെ ചിത്രീകരണം കൊല്ലത്ത് വെച്ച് നടക്കുന്നതിനിടെ ഒരു സംഭവമുണ്ടായി. അജിത്ത് എന്നാണ് തന്റെ കഥാപാത്രത്തിന്റെ പേര്. ഫോട്ടോഗ്രാഫറാണ്. നായക കഥാപാത്രമായ മമ്മൂട്ടിയെ സ്നേഹിക്കുന്ന നായികയാണ് സുമലത. എന്നാൽ നായകന്റെ അടുത്ത സുഹൃത്തു കൂടിയായ അജിത്തിനും സുമലതയുടെ കഥാപാത്രത്തെ ഇഷ്ടമാണ്. എങ്ങനെയെങ്കിലും സുമലതയെ വശപ്പെടുത്താൻ ശ്രമിക്കുന്ന അജിത്ത് ഒടുവിൽ അവരെ ട്രാപ്പ് ചെയ്യുന്നുണ്ട്. ബലമായി പിടിച്ചു വലിക്കാൻ ശ്രമിക്കുകയും തോളിലെടുത്തുകൊണ്ട് ഒരു മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്ക് എടുത്തുകൊണ്ട് പോകുന്നുമുണ്ട്. തോളിലെടുത്തുകൊണ്ട് വാതിലിന്റെ കട്ടള കടന്ന് അടുത്ത മുറിയിലേക്ക് പ്രവേശിക്കുന്നതാണ് ഷോട്ട്. തന്റെ തോളിൽ കിടക്കുന്ന സുമലത പിടിയിൽ നിന്നും വഴുതി മാറാൻ ശ്രമിച്ചുകൊണ്ട് കൈയും കാലുമെല്ലാം ആട്ടിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടി സുരക്ഷിതമാക്കാനായി ആദ്യത്തെ മുറിയിൽ നിന്നും അടുത്ത മുറിയിലേക്ക് കൊണ്ടുപോവുകയാണ്. സ്പീഡിലാണ് നടക്കുന്നത്. കണ്ണടച്ച സുമലത തോളിൽ കിടക്കുന്നു. പെട്ടെന്ന് വാതിലിന്റെ കട്ടിളയിൽ സുമലതയുടെ നെറ്റി തട്ടി. കരച്ചിലായി ബഹളമായി. താരതമ്യേന തുടക്കക്കാരനായ ഒരു നടന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച എന്ന പേരിൽ വിമർശനങ്ങളും പൊന്തി വന്നു. സിനിമയുടെ ഭാഗമായ ജോഷി സാറിനോ ജോയ് തോമസിനോ ഒന്നുമല്ല, സെറ്റിലെ മറ്റുള്ളവർക്ക് അത് വലിയ പ്രശ്നമായി. ഇതിൽ സുമലതയും ഉണ്ടാകുമെന്നാണ് കരുതിയത്. കുറച്ചുകൂടി അനുഭവമുള്ള ഒരാളായിരുന്നുവെങ്കിൽ ഈ പ്രശ്നം വരില്ലായിരുന്നുവല്ലോ എന്നൊരു സംസാരം അവിടെ ഉണ്ടായി. ഷൂട്ട് അവിടെ നിർത്തി. പിന്നീട് മുറിവേറ്റ നടിയും കൊണ്ട് ജോത്സ്യനായ കോരച്ചേട്ടന്റെ അടുത്തേക്കാണ് നിർമ്മാതാവ് ജോയ് തോമസ് നേരെ പോയത്. അദ്ദേഹം മുറിവ് കണ്ടിട്ട് പറഞ്ഞു, വളരെ നന്നായിരിക്കുന്നു, ചോര കണ്ടില്ലേ, പടം ഹിറ്റാവും. ഈ സംഭവത്തെ വളരെ നെഗറ്റീവായിട്ടാണ് അണിയറ പ്രവർത്തകർ കണ്ടിരുന്നുവെങ്കിൽ ഒരുപക്ഷെ സുമലതയും താനുമായുള്ള കോമ്പിനേഷൻ തന്നെ മാറ്റി മറ്റൊരു പേരിനെ വെച്ച് സിനിമ മുഴുവിപ്പിച്ചേനെ. എന്നാൽ കോരച്ചേട്ടന്റെ വാക്കുകളിലുള്ള വിശ്വാസം എല്ലാം ശുഭമാക്കിയെന്ന് ബാബു നമ്പൂതിരി പറയുന്നു. 1-2 ആഴ്ചകളുടെ ബ്രേക്കിന് ശേഷം ഷൂട്ടിംഗ് വീണ്ടും തുടർന്നു. എന്റർടൈൻമെന്റ് ഡെസ്ക് മലയാളി ലൈഫ്.